കുറേയേറെ സമയത്തെ നമ്മുടെ തിരക്കുകൾക്ക് ശേഷം, അത് ഓഫീസിലെ ആകാം, വീട്ടിലെ ആകാം, അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഫോൺ എടുക്കുമ്പോൾ ഒരുപക്ഷെ കുറേ മെസ്സേജുകൾ, കുറേ പേരുടെ മിസ് കോളുകൾ ഒക്കെ ഉണ്ടാവാം. അതിൽ നമ്മുടെ ബന്ധുമിത്രാദികളുടെ മെസ്സേജുകൾ ഉണ്ടാവാം, നമ്മുടെ ഓഫീസിലെ മെസ്സേജുകൾ ഉണ്ടാവാം, ഏതെങ്കിലും അപരിചിതരുടെ മെസ്സേജോ കോളോ ഉണ്ടാവാം. നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന, നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന, നമ്മളെല്ലാം പരസ്പരം ഡിസ്കസ് ചെയ്യുന്ന നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ മെസ്സേജ് ഉണ്ടാവാം. സ്വാഭാവികമായും നമ്മൾ ചെയ്യാറുള്ളത് നമ്മുടെ ഓഫീസിലെ മെസ്സേജുകൾക്കോ അല്ലെങ്കിൽ ആ അപരിചിതൻ ആരാണെന്നോ അദ്ദേഹം എന്താണെന്നോ അയച്ചേക്കുന്നതോ ഒക്കെ നമ്മൾ നോക്കിയതിന് ശേഷമാകാം നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ ആ പ്രിയ സുഹൃത്തിൻ്റെ മെസ്സേജുകൾ നമ്മൾ റീഡ് ചെയ്യാറ്. എന്ന് വെച്ചാൽ അതിന് നമ്മുടേതായ ഒരു ന്യായീകരണമുണ്ട്. അതായത് അവൻ അവിടെ ഉണ്ടാവും, നമുക്ക് ഏത് സമയത്തും കയറി ചെല്ലാൻ പറ്റുന്ന രീതിയിൽ ആ മനസ്സും ആ വാതിലുകളും തുറന്നു തന്നെ കിടക്കും എന്നുള്ള നമ്മുടെ വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മളൊരു പക്ഷേ നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ അത് ഒടുവിലാക്കാം. പക്ഷേ ഒരുപക്ഷെ ആ മനുഷ്യനെ ആ നിമിഷമാവും നമ്മളെ കൊണ്ട് ഏറ്റവും അത്യാവശ്യമാണ്. നമുക്ക് ആ മെസ്സേജ് അയച്ചിട്ട് മണിക്കൂറുകളോളം ആ വ്യക്തി കാത്തിരിക്കുന്നുണ്ടാവും നമ്മുടെ ഒരു മറുപടിക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ആശ്വാസവാക്കിന് ഒക്കെ ആ വ്യക്തി കാത്തിരിക്കുന്നുണ്ടാവും. സമയമാണ്, ജീവിതമാണ്, രണ്ടും വിലപ്പെട്ടതാണ്. നമുക്ക് വേണ്ടി നമ്മളോടൊപ്പമുള്ളവരെ ആദ്യം കരുതുക, അതിനുശേഷമാവട്ടെ മറ്റെന്ത്. ശുഭചിന്തകളുമായി സുഖദിനം.